റൂൾ വാക്കിൻ്റെ 100 എപ്പിസോഡ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കോമാച്ചി പാർക്ക് പോയല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ഭയങ്കര റാത്തായിരുന്നു. കാരണം ഉസ്താദിനെ നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് കിട്ടുക, ഉസ്താദിൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് തന്നെ ഈ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടൊന്ന് ഇതാക്കാൻ പറ്റി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മൊത്തത്തിൽ യാത്രേനെ പറ്റിയിട്ട്? അൽഹംദുലില്ലാ ഭയങ്കര പരിപാടി അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ റൂള വാക്കുകൾ എനിക്കൊന്ന് 2 വർഷം മുമ്പൊക്കെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പേ എനിക്കൊന്ന് 2021 നവംബറിലൊക്കെയാണ് ഈ റൂള വാക്ക് ഇങ്ങനെ പോസ്റ്റുകളായിക്കാണ്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ബുക്കൊക്കെ ഇറങ്ങിയത് അതിന് ശേഷം പിന്നെ ഈ വീഡിയോയിലേക്ക് വരുന്നത് 2 വർഷം മുമ്പാണ് ഇങ്ങനെ. അപ്പോൾ അത് റൂള വാക്ക് പറഞ്ഞാൽ ഒരു ഷെയ്ഖുനാൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ് സത്യത്തിൽ റൂള വാക്ക്. അതിൽ ഇപ്പോൾ അന്ന് ഫസ്റ്റത്തെ മെയ് 1 ഒരു പറ്റും റൂളുള്ള മനുഷ്യർ എന്താ ഒരു റൂഹിന്നൂർ, അതായത് 100ാമത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള സെലിബ്രേഷൻ എന്നോണം നമ്മൾ കോമാച്ചി പാർക്കിൽ. എനിക്ക് ഭയങ്കര ആപ്റ്റായ പേരാണല്ലേ റൂളുള്ള വാക്കിന് നമ്മൾ ആ 100 എന്ന് കൊടുത്തത്. കാരണം ഉസ്താദിൻ്റെ വാക്ക് കുറേ ആൾക്കാരിലേക്ക് എത്തുമ്പം ഇപ്പോൾ കുറേ ആൾക്കാരിപ്പം അതിൽ ചില മറ്റേ ആ എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നല്ലോ, അടുക്കളയിൽ ഭർത്താവുണ്ടോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മൊഞ്ചാകാറുണ്ടോ, അങ്ങനെ എല്ലാ തരക്കാരോടും. ഇപ്പം ഉസ്താദ് തുടങ്ങണത് സ്കൂളിലെ കുട്ടികളോട് സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ തയ്യാറെടുക്കേണ്ട എങ്ങനെ, പിന്നെ ഭർത്താക്കന്മാരും ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉപ്പാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ എല്ലാ മേഖലകൾക്കും ഒരേപോലെ ഉസ്താദിൻ്റെ വാക്കുന്ന് കിട്ടുന്ന ഒരു വെളിച്ചമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷന് 100 എപ്പിസോഡിനെ പറ്റിയ പേര് തന്നെയാണ് റൂഹിൻ നൂറ്. എനിക്ക് ആ ഒരു പരിപാടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ തിരക്കും മാറ്റി വെച്ചൊന്ന് ഫ്രീ ആവാനുള്ള ഒരു ദിവസം, ആ പിറ്റേ ദിവസം ഉസ്താദ് വരുമ്പോഴുള്ള ആ ഒരു തയ്യാറെടുപ്പൊക്കെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ മുതൽ ഉസ്താദ് ചിരിച്ചു കണ്ട പോകണ പിന്നെ നമ്മൾ പറയുന്നത് കേട്ടു ഉസ്താദ് ഭയങ്കര സന്തോഷമായിരുന്നു പരിപാടിയിലൊക്കെ. ഫുൾ നല്ല ഉസ്താദിന് ഭയങ്കര ആത്തായിട്ടുണ്ടെന്ന് ഉസ്താദ് അത്രയും സന്തോഷത്തിലാണ്. നമ്മള് കല്യാണത്തിനൊക്കെ ഒരുങ്ങൂലേ, സുബൈക്കൊക്കെ നീച്ച് ഉസ്താദിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നീച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഒരു സംഭവമൊക്കെ ഭയങ്കര ഇതായിരുന്നു അല്ലേ. പിന്നെ ഉസ്താദിനെ നമുക്ക് കിട്ടിയപ്പോൾ ഞാൻ അള്ളാഹ് എന്നുള്ളതിനെ ഒന്നും കൂടി അടുത്തറിഞ്ഞ് ഒന്നൊരു മനസ്സിലാക്കിയത് ആ പ്രകൃതിയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പഠിക്കാൻ പറ്റുന്ന പഠിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ സമയത്തും ഉസ്താദിന്റെ ചിന്തയിൽ വരുന്ന ഓരോ സാധനങ്ങളും നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോഴത്തേന് ഉസ്താദ് അവിടുന്ന് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രകൃതിയിൽ നിന്ന് അള്ളാഹ് എന്നുള്ളതിൻ്റെ. കോമാച്ചി പാർക്കിലായപ്പം അവിടെ ഉണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റും ആ രാത്രി ആ മിന്നാമിന്നി കൂട്ടൊക്കെ വന്നതും നമ്മള് എനിക്ക് തോന്നുന്നുണ്ട് രാത്രി ഇറങ്ങി നടന്നതും പിന്നെ നമ്മള് ഇപ്പം വലിയ ആളാണെന്നോ അല്ലെങ്കിൽ മാനേജർ ആണെന്നുള്ള ഇതൊന്നും ഇല്ലാതെ നമ്മളെ കളികളും നമ്മളാണ്ട് കുട്ടികളായി മാറുകയാണ്. അന്ന് ശരിക്കും അജീബ്ക്ക അവിടുന്ന് പറഞ്ഞിരുന്നു ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ ഒരു 5 വയസ്സ് കൂടെ കുറയും, അല്ലെങ്കിൽ ഞാൻ 35 വയസ്സിൽ മുരടിച്ച് പോയ മനുഷ്യനാണ് വളർച്ച. അതേപോലെ ഒരു സംഭവം ഇനി നമുക്കും അതിൻ്റെ ഉള്ളിൽ കയറി ആ ഒരു 2 ദിവസം കയറി ഇറങ്ങണ വരെയുള്ള സംഭവം. ശരിക്കും ആ യാത്ര ഇനി എല്ലാ പ്രാവശ്യവും ഇതേപോലെ എനിക്ക് തോന്നുന്നു വേറൊരു സ്ഥാപനത്തിൽ ഇതേപോലെ ഒരു സംഭവം. അന്നിപ്പോൾ നമ്മളെ കൂട്ടത്തിലൊരു സ്റ്റാഫ് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് മഹദിൽ ഇത്ര ചെറിയ ശമ്പളത്തിന് ഇങ്ങനെ സ്റ്റാഫുമാർ നിൽക്കുന്നത് എന്നുള്ളത് അന്നാണ് മനസ്സിലായത്. അത് പുതിയ സ്റ്റാഫാണ്. ആ സ്റ്റാഫ് പറഞ്ഞത് ഇത്രയും വർഷങ്ങൾ ഉസ്താദിൻ്റെ കൂടെ ചെറിയൊരു ശമ്പളത്തിന് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും സ്റ്റാഫുകൾ അവിടെ മഹദിൽ ഇത്രയും കാലം സേവനം ചെയ്തു എന്നുള്ളതിൻ്റെ അവർക്ക് മനസ്സിലായത് ഈ ഒറ്റ യാത്രയിൽ നിന്നാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉസ്താദിന്റെ ദുആവും കാര്യങ്ങളും ഉസ്താദ് അത്രയും നമ്മളോട് അടുപ്പത്തിൽ സംസാരിക്കും. ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം അന്ന് നമ്മൾ ബാബാഖാന്റെയും വാരിസ്ഥാന്റെയും ഖബർ സിയാറത്തിന് പോയപ്പോൾ അപ്പോഴും നമ്മൾ മറക്കണില്ല. നമ്മളത്ര സന്തോഷത്തിലാണെങ്കിൽ പോലും അവസാനിപ്പിക്കുന്നത് ഓലെടുത്തുനിന്നാണ്. ഓൽക്കും കൂടി ആ സന്തോഷം കിട്ടട്ടെ എന്ന് വെച്ചാൽ നമ്മൾ അതാണ് അതിലൊരു സ്റ്റാഫിന് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഉസ്താദ് അന്ന് പറഞ്ഞപ്പോഴും വാരിസ്ഥാനെ പറ്റി പറയാത്ത അല്ലെങ്കിൽ ബാബാഖാനെ പറ്റി പറയാത്ത സദസ് ഉസ്താദിനില്ല. അത് ഇനിയിപ്പോൾ അഗത്തി ഉസ്താദാണെങ്കിലും ആരാണെങ്കിലും ഉസ്താദിൻ്റെ ശിഷ്യന്മാർ എന്നുള്ള ഇത് മറ്റു ഉസ്താദ്മാർക്കൊക്കെ ഇപ്പം നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ഉസ്താദ്മാർക്കൊക്കെ ഓലൊക്കെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിലേക്ക് വന്ന് പെട്ട ആൾക്കാരാണ്. അപ്പം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. പറയുന്നുണ്ട് ഉസ്താദ് അന്ന് ആ സമയത്ത് പറഞ്ഞല്ലോ ഇത് മഹദിലും സാദാത്ത് അക്കാദമി തുടങ്ങിയത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ
അത് മുത്തുനബി തങ്ങൾ കൈവിടൂല. അപ്പോൾ ഞാൻ പോകുമ്പോൾ നിങ്ങളെയും കൊണ്ടുപോകും എന്നുള്ളതാണ്. ആ 100ാമത്തെ എപ്പിസോഡിൽ ഉസ്താദ് പറഞ്ഞ തന്നെ എന്തിനും കൂടെ വെക്കണ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായിട്ടുള്ള എൻ്റെ കൂട്ടുകാരൻ. അന്ന് നമ്മളെ ഒരു കൂട്ടത്തിൽ സ്റ്റാഫ് ഇങ്ങനെ ചെറിയ സംസാരം ഉണ്ടായിരുന്നു. വിഷമം കൊണ്ട് ഇങ്ങനെ ഞാൻ പോയാലോ ഇങ്ങനെ റിസൈൻ ചെയ്യാന്നുള്ള രീതിക്ക്. അപ്പോൾ ഉസ്താദിൻ്റെ ആ ഒരു പറച്ചിൽ ഞാൻ പോകുമ്പോൾ നിങ്ങളുണ്ടാകും എന്നുള്ളത് പറച്ചിൽ. എന്നിട്ട് വേറൊരു സ്റ്റാഫ് ചോദിച്ചു ഇനി എന്താണ് വേണ്ടത് ചോദിച്ചു. അപ്പോൾ ആൾക്ക് സങ്കടമായി പോയി. ഈ ഒരു സംസാരം മതി ഉസ്താദിൻ്റെ ഞാൻ പോകുമ്പോൾ നിങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച പഠിപ്പിനും അല്ലെങ്കിൽ നമ്മളെ ലെവലിന് വേറെ എവിടെയെങ്കിലുമൊക്കെ ഓഫർ വരും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് പോകാൻ തോന്നാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം ഉസ്താദാണ്. ഉസ്താദ് എന്ന് പറയുന്നൊരു വലിയൊരു ആളോട് ഉണ്ടോണ്ടാണ് മതിലിൽ നമ്മളും നമ്മളെ കേൾക്കുന്ന ആൾക്കാരും നമ്മളെ കാണുന്ന ആൾക്കാരും. ഇന്നലെ ഒരു സൗദിയിൽ നിന്ന് ഒരു ടീം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. എന്താ വെച്ചാൽ ഈ ഡെക്കോർ ഷോപ്പില്ലേ, അപ്പോൾ അവിടേക്ക് ഒരു കാലിഗ്രാഫിയുടെ ഒരു ഇന്ത്യൻ കാലിഗ്രാഫർ വേണം പറഞ്ഞാണ്ട് അയച്ചതായിരുന്നു. അപ്പോൾ അവർ നല്ല സാലറി പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഇന്ത്യൻ കാലിഗ്രാഫറിന് വേണ്ടി. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് ആദ്യം ആലോചിച്ചത് നമ്മളിവിടുന്ന് പോയാൽ ഉസ്താദിൻ്റെ ഒരു വാക്കുണ്ട് ഞാൻ പോകുമ്പോൾ നിങ്ങളുണ്ടാകും എന്നുള്ള സാധനം. അതാണ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്. അതൊക്കെ തന്നെ നമ്മളിവിടെയൊക്കെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്ത് വിഷമം നമുക്കുണ്ടെങ്കിലും നമുക്ക് ആദ്യം പോയി പറയാൻ പറ്റും. എല്ലാവർക്കും അവൈലബിൾ ആണ്. എപ്പോൾ പോയാലും ഉസ്താദ് അവൈലബിൾ ആണെന്നുള്ളതാണ്. നമുക്കൊരു ചെയർമാനാണ് അല്ലെങ്കിൽ അത്രയും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ആ ഒരു തോന്നലൊന്നും നമുക്ക് ഉസ്താദ് നമ്മളതാണ്. എല്ലാവരുടെയും ഉസ്താദ് പറഞ്ഞാൽ അതിലിപ്പം നമ്മളെ യാത്രേൻ്റെ തലേ ദിവസത്തെ നമ്മളെ പബ്ലിക് സ്കൂളിലെ കുട്ടികളെ കോൺവെക്കേഷൻ ഓലിൻ്റെ കൂടെ എത്തുമ്പോൾ ഉസ്താദ് ഓലാണ് ആ പ്രായത്തിലുള്ള ആൾ. പണ്ടൊക്കെ എന്ന് വെച്ചാലേ എല്ലാവർക്കും ഇങ്ങനെ ഞാൻ പോയാൽ ഉസ്താദ് ഞാൻ സംസാരിച്ചാൽ എന്താവും എനിക്ക് പേടി എന്നുള്ള സാധനം. പക്ഷെ അത് ക്രമേണ ഉസ്താദ് സംസാരിക്കുന്ന സമയത്ത് അതായത് നമ്മളുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് ഉസ്താദ് അത്ര ഓപ്പണാണ് നമ്മളോട്. നമ്മളൊരു വിഷമം പറഞ്ഞാൽ അതിൻ്റെ പരിഹാരം കൃത്യമായിട്ട് ഉസ്താദ് പറഞ്ഞുതരും. നമ്മളുടെ സന്തോഷമാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഉപ്പാനും ഉമ്മാനെ പോലെ അതേ സന്തോഷത്തിലാക്കരും ഉസ്താദ്. ഫസ്റ്റ് നമുക്കൊരു സക്സസ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സക്സസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഹാപ്പി വരുന്ന ഉസ്താദ്. ആ ഉസ്താദിൻ്റെ മുഖത്ത് പെട്ടെന്ന് ഫീൽ ചെയ്യുക ആ സംഗതി. ഉസ്താദ് എന്ന് പറഞ്ഞ വിഷയത്തിലേ ഇപ്പോൾ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞല്ലോ. ശരിക്കും പൂപ്പലി ഉസ്താദ് സംസാരത്തിൽ പറഞ്ഞില്ലേ കോവിഡ് കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാലേ എൻ്റെ വീട്ടിലൊക്കെ ഏകദേശം ഒരു 6 മാസം നമ്മൾ ശരിക്കും ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു ചിലവും വീട്ടിൽ 1 രൂപേൻ്റെ ചിലവും കൂടി നമുക്കുണ്ടാവില്ല. ഈ വീട്ടാവശ്യങ്ങൾക്കുമായ ചിലവ് കിട്ടും. ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഉമ്മ എന്നോട് ഒരു ദിവസം പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പാനോട് കടക്കാരൻ ചോദിച്ചാലേ നിങ്ങളെന്താണ് ഒരു ഒഴിഞ്ഞു പോയിട്ട് ചോദിക്കുകയാണ്, ഒരു വിഷമത്തിൽ ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് സാധനം വാങ്ങാത്തത് എന്നുള്ള ചോദ്യം ചോദിച്ചു. കൊറോണ സമയത്ത് ഈ ഒരു 6 മാസം ഉപ്പ ആ കടയിൽ നിന്ന് സാധനം വാങ്ങാത്തപ്പോൾ എന്തെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ചോദ്യം ചോദിച്ചു ഞാൻ ഉപ്പാനോട്. അതിനൊക്കെ പക്ഷെ അതൊക്കെ നമ്മളെ മീറ്റ് ചെയ്ത് ഉസ്താദ് തന്ന നമുക്കുള്ള ആ കൊറോണ കാലം പോലും നമ്മളെ പ്രയാസപ്പെടുത്താതെ നമുക്ക് പോയത്. ശരിക്കും നമ്മളെ സ്റ്റാഫുകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നും. പക്ഷേ ഉസ്താദ് അപ്പോഴും നമുക്കൊരു സൗകര്യങ്ങളും ചെയ്യുന്നില്ല. അങ്ങനെ വലിയപ്പം റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് എന്തിനാണ് പണിക്കോണത് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു. പിന്നെ ഞാൻ ഇവിടെ കയറിയതിൻ്റെ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു ഉസ്താദിൻ്റെ അടുത്ത് ഇരിക്കുക അല്ലെങ്കിൽ ഉസ്താദിൻ്റെ കൂടെ വലിയപ്പോൾ എപ്പോഴും പറയും ഉസ്താദ് എനിക്കൊരു 10 കൊല്ലത്തെ ആയുസ് ഉസ്താദ് പറഞ്ഞാണ്. അപ്പോൾ എനിക്ക് അത് പേടിയില്ല, ഇനി എന്ത് അസുഖം വന്നാലും പേടിയില്ല. ആ ഒരു ഉറപ്പാണ് അത് ഉസ്താദ് എന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ പേരിലുള്ള ഒരു വർത്തമാനം മാത്രമാണ്. കാരണം അതുകൊണ്ടാണ് ഇത്രയും സ്റ്റാഫും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്കും. നാളെ അൻഫസിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, മറ്റേ ഇതിൽ ചോദിച്ചാൽ ഉസ്താദിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു ഉസ്താദാണെല്ലാം. അതന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാ സ്റ്റാഫിനും പറയാനുള്ള ഒറ്റ വർത്തമാനം എന്താന്ന് ഉസ്താദ് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദാണെല്ലാം. അപ്പോൾ ഈ റൂളുള്ള വാക്ക് തുടങ്ങിയ മുതലേ ഒരു എപ്പിസോഡ് മുടങ്ങിയിട്ടില്ലല്ലോ. അതായത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഉസ്താദിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ 1000 എപ്പിസോഡിൻ്റെ സാധനം ഉണ്ടാവും. ചിലപ്പോൾ അത് അത്ര സാധനം ഉസ്താദിൻ്റെ അടുത്ത് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ആൾക്കാർ നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ 1 മിനിറ്റ് തോനുണ്ട് എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ ഒരു സാധനം ഫുള്ള് കണ്ട് അതിന്റെ കമന്റ് എന്താന്ന് കണ്ടിട്ട് ആൾക്കാർ എന്ത് ചെയ്യണുള്ളൂ, അടുത്തേക്ക് പോകണുള്ളൂ. പറയുന്ന ശൈലിയും പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. അപ്പം ഉസ്താദ് പറയണത് പെമ്മക്കളോടാണെങ്കിലും മോളേന്ന് വിളിച്ചിട്ടാണ് ഉസ്താദ് എന്ത് ചെയ്യണത് തുടങ്ങണത്. ആ ഒരു ശൈലിയിൽ തന്നെ ഉസ്താദിനെ കാണുന്ന ഇതുവരെ ഉസ്താദിനെ അനുഭവിക്കാൻ പറ്റാത്തവർക്ക് കൂടി എന്താണ് ഉസ്താദ് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക. ഈ 100ാമത്തെ എപ്പിസോഡിൽ ഉസ്താദിന്റെ
എന്റെ എന്താണ് കരളിന്റെ കഷ്ണങ്ങള് എന്നൊക്കെ പറഞ്ഞാല് അത് അതിന് പകരം പ്രേമല്ല സുഹൃത്തുക്കൾ എന്നൊക്കെ ഒരു സംസാരത്തില് ഒരു സുഹൃത്ത് നമ്മളൊരു ഏജിലെ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞാണ് അതിൽ ആ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞല്ലോ ഉസ്താദ് മക്കളെ വീട്ടിലൊക്കെ താമസിക്കും, ഞങ്ങളെ വീട്ടില് താമസിക്കും വെച്ചപ്പോ നിങ്ങളും എന്റെ മക്കളാണല്ലോ എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഒരു വട്ടം താമസിച്ചു. പിന്നെ അടുത്ത ഉസ്താദ് അത് ചോദിച്ചപ്പോ അവിടെ എല്ലാരും ഉസ്താദ് കാണുന്ന ഒരു ഇതുണ്ട്. നമുക്കൊന്ന് വീടൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ വിളിക്കണം. എനിക്ക് ഒരു അനുഭവം ഉണ്ട്. അതേപോലെ ഉസ്താദ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു കുടിയിരിക്കലിന് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ഓഫീസിലുള്ളത്. അപ്പോൾ ഉസ്താദ് വരുന്നുണ്ട് ലാസ്റ്റ് നിമിഷം അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ പോയി ഓടി. ഞാൻ അത്യാവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ഉസ്താദ് വീട്ടിൽ കയറുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ ഉസ്താദിന് എന്തായി റാത്തല്ലേ കഴിച്ചു. അപ്പോൾ ഉസ്താദിൻ്റെ വിഷയം പറഞ്ഞിരുന്നു, ഇങ്ങനെ വീട്ടിൽ പറ്റുകയാണെങ്കിൽ എൻ്റെ വീട്ടിലൊന്ന് കയറണം. കാരണം ഉസ്താദ് അവിടെ വന്ന് കയറി കഴിഞ്ഞിട്ട് വീട് കണ്ടുപോയി. ഉസ്താദിന് കയറാനുള്ളൊരു സമയമല്ല, കാരണം അടുത്ത പരിപാടിക്ക് പോകാൻ വേണ്ടി. ആ സമയത്ത് ഉസ്താദ് എന്നെ വിളിച്ച് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അതായത് ഉസ്താദ് എന്നെ വിളിച്ച് പറയണേ എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത്. ഉസ്താദ് ഫോൺ വിളിച്ചാൽ എന്നോട് ആദ്യം അത് പറഞ്ഞു, അത് എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത്. എന്നിട്ട് ഉസ്താദ് അന്നത്തെ കാസർഗോഡ് മുതൽ ഉസ്താദിന് പരിപാടി ഉണ്ട്, അതിൻ്റെ ഫുൾ ഷെഡ്യൂൾ ഉസ്താദ്, അതായത് അത്രയും താഴ്ന്ന് നിൽക്കണ സ്റ്റാഫായ എൻ്റെ അടുത്ത് ഉസ്താദിൻ്റെ ഷെഡ്യൂൾ ഫുള്ള് പറഞ്ഞു. എന്നിട്ട് ഉസ്താദ് എന്നോട് പറഞ്ഞു എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത്. കരളിൻ്റെ കഷ്ടങ്ങളാണ്. പക്ഷെ ഉസ്താദ് എന്ത് അപ്പൊ എന്നോട് ഒരിക്കലും ഉസ്താദ് അത്ര ഷെഡ്യൂൾ അത്ര ടൈറ്റുള്ള ആളെ നമുക്ക് അറിയാലോ. എന്നാലും ഉസ്താദ് അവിടെ വരുമ്പോ ഒരു വർക്കത്തിന് നമ്മൾ വീട്ടിലൊന്ന് ഉസ്താദിന്റെ ആ ഒരു നമുക്ക് തരുന്ന പരിഗണന കല്യാണത്തിൽ ഇപ്പം ഉസ്താദ് ഇപ്പോഴും പറയണത് നമ്മളാണ് നടത്തിയത് എന്നാണ് കല്യാണം. കാരണം അത് ഉസ്താദിന് നമ്മളല്ലാതെ നമ്മളെ കാര്യങ്ങള് നമ്മൾ പ്രയാസപ്പെട്ട എന്റെ കല്യാണത്തിന് നിൽക്കാൻ ഉസ്താദിന് വരാൻ പറ്റൂല എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് വീട്ടിൽ വരികയാണെങ്കിൽ സന്തോഷം തന്നെ. മംഗലാപുരത്തേക്ക് പോണ പോക്കിൽ എൻ്റെ വീട്ടിലേക്ക് അന്ന് രാത്രി വന്ന് ഇന്നീ കാക്കാനെയൊക്കെ ആശീർവദിച്ച് ദോർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ്. ഞാൻ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഷോപ്പിൽ കാണണം 5 മിനിറ്റിൻ്റെ കേസിനാണ്. അപ്പം ഞാൻ വെറുതെ ഹാദിമിനോട് ചോദിച്ചു, ഉസ്താദ് അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ചോദിച്ചു. ഇല്ലായിരുന്നു. പിന്നെ എന്താ അത്ര അടങ്ങാറായിട്ട് ഉസ്താദ് ഒരു 5 മിനിറ്റിൻ്റെ കേസിന് വേണ്ടി പോകണമെന്ന് ചോദിച്ചു. അത് നമ്മളാളല്ല എന്ന് പറഞ്ഞത്. ഉസ്താദ് അത്രയും അത് ഒരു ഓഫീസിലുള്ള ഒരു വ്യക്തിയെ കാണുന്ന അങ്ങനെയാണ്. 5 മിനിറ്റ് 1-2 മണിക്കൂർ യാത്ര ചെയ്യണം ആ കട ഉദ്ഘാടനത്തിന്. അത്രയും ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാധനം. എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഉസ്താദ് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ഇതൊന്നിപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ജോലി എന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ പോയാലും നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വളർച്ച കിട്ടും. പക്ഷേ ഈ ഒരു സന്തോഷം നമുക്ക് ഇവിടെ കിട്ടൂല. ഒരു നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് സന്തോഷം കിട്ടുന്നത് നമുക്ക് ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു സാധനം തന്നെയാണ്. അത് ഉണ്ടായത് കൊണ്ട് മാത്രമേ കാര്യം നമ്മൾ ഇത്രയും സന്തോഷിക്കണം. ഉസ്താദിന്റെ സാന്നിധ്യമാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനം. ഉസ്താദിനെ നമുക്ക് ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നതാണ് നമ്മളെന്തോ ചെയ്ത വലിയൊരു ഇതാണ്. സംസാരങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ സ്റ്റാഫുകൾ ഇവിടെ ഉണ്ടാവാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കണേ. പക്ഷെ നമ്മൾ ഇങ്ങനെ ആവുകയാണെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എത്രയാന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് കിട്ടണോണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഉസ്താദ് തരുന്ന ഒരു നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ നേരത്തെ മുനീർക്ക് പറഞ്ഞ പോലെ എന്തൊരു ചെറിയ കാര്യം ചെയ്താൽ നമ്മൾ ഉസ്താദിനോട് പറഞ്ഞ പോലെ ഉസ്താദ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു വലിയൊരു സപ്പോർട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് സൈന്തി ഉസ്താദൊക്കെ നിസാമി ഉസ്താദൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സപ്പോർട്ട് നമ്മളിങ്ങനെ ഉസ്താദ് കൊടുക്കണ ഒരു ഇത് കാണുമ്പോൾ. ഞാനിങ്ങനെ ഉംറക്ക് പോയപ്പോൾ യാത്രയിൽ പൂപ്പൽ ഉസ്താദ് ഓരോരോ സ്ഥലങ്ങളിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ പൂപ്പൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, ഉസ്താദ് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ഓരോ ടൈം മാറ്റി വെക്കുന്നത് സ്റ്റാഫിന് വേണ്ടിയിട്ട് ഉസ്താദ് ഇരുന്ന് കരഞ്ഞ് ആ ടൈമിൽ ഉസ്താദ് നമുക്ക് വേണ്ടി മാറ്റി വെക്കണം. ഇങ്ങനെ പൂപ്പൽ ഉസ്താദ് അങ്ങനെ ഉംറക്ക് പോകുമ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തന്നിട്ട് ഉസ്താദ് ഇവിടെ ഇരുന്ന് കാണാണ് അങ്ങനെ നമുക്ക് വേണ്ടി ദ്വാരം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്ഥലം കണ്ടിട്ട് അപ്പൊ അങ്ങനെ ഇത് വരും. നമ്മൾ കാണുമ്പോ തന്നെ ഉസ്താദ് അങ്ങനെ പറയുമ്പോ അതെ ഉസ്താദ് അവിടെ നമുക്ക് എല്ലാ ഹജ്ജിന് പോകുമ്പോൾ ഇത്ര വർഷം കഴിഞ്ഞാലും ആ സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. ആ സ്ഥലം കാണുമ്പോൾ ഫസ്റ്റ് ഓർമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ് എല്ലാ സ്റ്റാഫും ഉംറക്ക് പോകണം. ഞാനാ പോവാത്തതാണ് ഉസ്താദ് ചോദിക്കുന്നത്. അത് കിട്ടണം. അടുത്തൊരു ഉസ്താദിന് ഹജ്ജിന് പോണ യാത്ര ഓഫീസിൽ അത് ഭയങ്കര ഇങ്ങനെ പറയാം ആ സമയത്ത് ഇതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ജ്യേഷ്ഠന് ജോലി ദുബായ് വിദേശത്തേക്ക് പോയിട്ട് വന്ന് ജോലി ആവാത്ത ടൈമിലാണ് ഉസ്താദ് ഹജ്ജിന് പോണത്. അപ്പൊ അന്ന് ഉസ്താദിന് പോകുമ്പോൾ ഉസ്താദിനെ യാത്ര പോയപ്പോൾ ഉസ്താദിനെ മുസാഫത്ത് ചെയ്യണ നേരത്ത് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദിനെ കെട്ടിപ്പിടിക്കുന്ന നേരത്ത് ഉസ്താദ് ജ്യേഷ്ഠന് ജോലിയൊന്നും ആയിട്ടില്ല, ഞാൻ പോയി വരുമ്പോഴത്തേന് അതൊക്കെ ആവുന്ന പറഞ്ഞു. ഉസ്താദ് അവിടെ 2ാമത്തെ ദിവസം
അവന് ഓഫർ ലെറ്റർ വന്ന് ജോലി കിട്ടി. ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് തോന്നുന്നത് ഉസ്താദ് പേഴ്സണൽ ലൈഫിൽ ഉസ്താദ് ചെലുത്തുന്ന ഒരു സ്വാധീനിക്കും നമ്മൾ അറിയാണ്ടൊക്കെ. പ്രയാസപ്പെടുന്ന സമയങ്ങളിൽ ഉസ്താദിന് ഭയങ്കരമായിട്ട് അത് ഉസ്താദിന് സ്വന്തം കാര്യം പോലെ ഉസ്താദ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് വിഷമുണ്ടായ സമയത്ത് ഞാൻ കല്യാണം നിക്കാഹ് കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ എൻ്റെ അമ്മോശന് അവിടെ ഒരു 1.5 വർഷത്തോളം ഇതിൻ്റെ പാസ്പോർട്ടിൻ്റെ പ്രശ്നത്തിൽ നോക്കി ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഒരാഴ്ചയോടെ അമ്മോശൻ നാട്ടിലെത്തി. ഇതിന്റെ ഉപ്പാന്റെ അസുഖമൊക്കെ എനിക്ക് തോന്നുന്നു ഉസ്താദ് വരുന്നതൊക്കെ കണക്കില്ല. ഉപ്പാന്റെ അസുഖം ഓപ്പറേഷന്റെ സമയത്തൊക്കെ അത് നമുക്ക് അനുഭവിക്കാം. നമ്മളെ വ്യക്തി ജീവിതത്തിൽ ഉസ്താദ് ചെലുത്തുന്ന സ്വാധീനം അതും ഭയങ്കര. ഉസ്താദിന് നമ്മളെക്കാളും വശമാണ് ചിലപ്പോൾ നമ്മളെ വിളിച്ചു ചോദിക്കും. നമ്മള് ചിലപ്പോൾ ഉസ്താദിനോട് പറയാൻ മറന്നു കഴിഞ്ഞാല് ഉസ്താദ് ഇങ്ങോട്ട് വിളിക്കും. എന്തായി ആ റിസൾട്ട് എന്തായി, ആ ടെസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഇന്ന ആശുപത്രി പോയാൽ മതി, ഇന്ന ഡോക്ടറെ കാണിക്കാം, ആ ഡോക്ടറെ നമ്പർ കിട്ടും. നമുക്ക് അങ്ങനത്തെ ഓരോ സൗകര്യങ്ങള്. കല്യാണ ടൈമിലൊക്കെ ഉസ്താദ് നമ്മളൊരു വാപ്പാന്റെ സ്ഥാനത്ത് നമുക്ക് കരച്ചിൽ വരും. രാത്രി ഒരു 12-1 മണിക്കുണ്ട് ഉസ്താദ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ണിന്ന് വെള്ളം വരും. ഒരു ഉപ്പാന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഉസ്താദ് എന്തൊക്കെ ആയി, ഞാനിത് ചെയ്യേണ്ടതുണ്ടോ, ഇവർ എല്ലാവരും വന്നില്ല, ഇതായില്ലേ. ഉസ്താദ് ഇങ്ങനെ നിരന്തരം അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമുക്കിങ്ങനെ അപ്പോഴാണ് നമ്മൾ ഓരോന്ന് ആലോചിക്കുക. ഇവിടെ നിന്നിട്ടുള്ള നിയമത്തിന് ഓരോന്ന് ഉസ്താദ് നമ്മളെ കെയർ ചെയ്യുന്നതൊക്കെ ഭയങ്കര. അതൊക്കെ ഉസ്താദിന് ഭയങ്കര. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മളെ വീട്ടുകാർക്കും ആ ഒരു ഉസ്താദിനെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഉമ്മ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, മരിക്കണ കാര്യം അതിൽ തന്നെ പറയുന്ന സാധനമാണത്. എന്താ വെച്ചാല് ചിലപ്പോ ഇടങ്ങാറായിരിക്കും. ഞാൻ നിർത്താം, ഇത് എന്താ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ വിഷയം പറഞ്ഞാല് കാര്യം ചിലപ്പോ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മള് പറഞ്ഞാൽ സൂചിപ്പിച്ചില്ല. ഞാൻ കാലിഗ്രാഫിയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ ആയിട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ വേൾഡ് വൈഡ് നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ, അതിൻ്റെ റിസൾട്ട് വന്നിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത്. ഒന്നും കിട്ടാത്തപ്പോഴും ഞാൻ പറഞ്ഞു റിസൾട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ആദ്യം ചോദിച്ചതേ അതെന്താ പഠിക്ക്, എന്താണ് കിട്ടാത്തത് എന്നുള്ളത്. അതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നത് നമ്മൾ എഴുതുക എന്നുള്ളതല്ല. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയപ്പോൾ അപ്പോഴാണ് ഇതിനെപ്പറ്റി അറിയണത്. ഒരു അലിഫ് ഇട്ടാൽ അതേ അലിഫ് അപ്പുറത്തും വരണം. അതിന് നല്ലൊരു പ്രാക്ടീസും ജേണിയുമാണ്. അപ്പോൾ അത് ഉസ്താദ് പറഞ്ഞിരുന്നത് അതാണ്, പഠിക്കണം, ചെയ്യണം, പഠിക്കുക എന്നുള്ളതാണ്. ചെറിയ കാര്യത്തിൽ അൻഫസിനൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അത്രയും വലിയ പള്ളിന്റെ വർക്ക് അൻഫസിനെ ഉസ്താദ് വിശ്വസിച്ച് ഏൽപ്പിച്ച് അത് ചെയ്തു കൊടുത്തിട്ട് അൻഫസിന് വേണ്ടിയിട്ട് പറയണത്. എല്ലാ സദസ്സിലും ഉസ്താദിന് പറയാൻ ഒരു സ്റ്റാഫ് ഉണ്ടാവും, ദുആ ചെയ്യാനോ അല്ലെങ്കിൽ ഉസ്താദിന്റെ മനസ്സിൽ എല്ലാവരും എപ്പോഴും ഉണ്ടാകും. അതിങ്ങനെ ശരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം നമ്മൾ ചെയ്യണുള്ളൂ. നമ്മളെ ജീവിതത്തിലെ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ഏൽപ്പിക്കപ്പെട്ടതേ ചെയ്യണുള്ളൂ. പക്ഷെ അതിന് കിട്ടുന്ന പ്രോത്സാഹനം കൊണ്ടാണ് നമ്മൾ വീണ്ടും ചെയ്യാൻ നമുക്ക് തോന്നുന്നത് എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് സമയമാകുമ്പോൾ പോകാൻ തോന്നാത്തത്. അതെ, അതാണ് ഉസ്താദ് എപ്പോഴും പറയുന്നത്, ക്ലോക്കും കലണ്ടറും നോക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് മാത്രമേ കാരണം ഇവിടെ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് വേറെ എവിടെയും കിട്ടൂല എന്നുള്ളതുകൊണ്ടാണ്. അല്ലാഹ് ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. റൂളുള്ള വാക്ക് 100-ൽ നിന്നും 1000, 10,000 ഒക്കെ ആയി. അത് ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്യാനും ഞമ്മക്കും ഇതേപോലെ ഇൻഷാ അല്ലാഹ് അവസരം ഉണ്ടാവട്ടെ അല്ലേ.